സേവൂസ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അൺറെസ്ട്രിക്റ്റഡ് വിസ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ് എന്താണെന്നുള്ളത്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത്, എത്ര നാളുകൊണ്ട് നമുക്ക് ഈ പേപ്പർ കിട്ടും, നമ്മൾ എത്ര രൂപ പേ ചെയ്യേണ്ടി വരും, ഇത് എല്ലാ സിറ്റിയിലും ആപ്ലിക്കബിൾ ആണോ, PR-നെക്കാട്ടിയും വലുതാണോ, സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എന്താണ് അൺറെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് വിസ എന്ന് പറയുന്നത്? നമ്മളിവിടെ വർക്ക് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഹൗസ് ബിൽഡും കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നവർക്ക് ആരായാലും ആദ്യമായിട്ട് കിട്ടുന്ന വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് എംപ്ലോയർ ആണോ ആ എംപ്ലോയർ അണ്ടറിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് സ്റ്റാൻഡിങ് അലോഡ് അല്ലെന്നും. സെൽഫ് സ്റ്റാൻഡിങ് അലോഡ് അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നും. നമ്മൾ ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് എപ്പോൾ ജോലി മാറിയാലും നമ്മൾ ഔസ്ലാൻഡർ ബഹോഡയിൽ അറിയിച്ച് നമ്മൾ പേപ്പർ മേടിക്കണമെന്നുമാണ് പറയുന്നത്. സോ ഈ ഔസ്ലാൻഡർ ബഹോഡയിൽ അറിയിച്ച് പേപ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം സിറ്റി ഡിപ്പെൻഡ് ചെയ്ത് അത് വ്യത്യാസം വരും. ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന സിറ്റിയിലാണെങ്കിൽ മിനിമം 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ കുണ്ടികം ഫ്രസ്റ്റും കഴിഞ്ഞിട്ടാണെങ്കിൽ ചില ആൾക്കാർ, എൻ്റെ കൊളീഗ്സ് ഒക്കെ തന്നെയാണെങ്കിലും ഒരു സാലറി ഇല്ലാതെ ചുമ്മാ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ വിസയിലോട്ട് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഔസ്ലാൻഡർ ബഹോഡയിൽ അറിയിക്കാതെ നമ്മുടെ കുണ്ടികൻ പീരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പുതിയ എംപ്ലോയർ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ ഔസ്ലാൻഡർ ബഹോയുടെ പെർമിഷൻ മേടിച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം സ്വിച്ച് ചെയ്യാൻ. ഈ ഒരു വിസ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ഡേറ്റ് എന്നാണോ അന്ന് തൊട്ട് തന്നെ നമുക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മിനി ജോബ് ചെയ്യാനായിട്ട് വേറൊരാളുടെ പെർമിഷൻ വേണ്ട. നമ്മുടെ ആർബൈറ്റ് ഗേബറിൻ്റെ അഥവാ എംപ്ലോയറുടെ പെർമിഷൻ നമുക്ക് തീർച്ചയായിട്ടും വേണം. അല്ലാതെ നമുക്ക് ഔസ്ലാൻഡർ ബഹോയുടെ പേപ്പറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ തേർഡ് ആൻഡ് മോസ്റ്റ് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ജർമ്മനിയിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേഴ്സായിട്ട് വന്നാൽ നേഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്താലായിരിക്കും കൂടുതലും ഔസ്ലാൻഡർ ബഹോടെ നമുക്ക് വർക്ക് പെർമിറ്റ് തരുന്നത്. പക്ഷേ ഈ ഒരു വിസ ഉണ്ടെന്നുണ്ട് നമുക്ക് പെട്ടെന്ന് വേറൊരു ഇതിലോട്ട് സ്വിച്ച് ചെയ്യണം, വേറൊരു പ്രൊഫഷനിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ പെർമിഷൻ മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റയടിക്കാൻ സ്വിച്ച് ചെയ്യാനായിട്ടും നമുക്ക് അതിന് വേണ്ടിയുള്ള പെർമിഷന് വേണ്ടി കാത്തിരിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് മാറുകയും ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിന് എത്ര രൂപയാകും എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു പൈസ പോലും ന്യൂറംബർഗ് ഔസ്ലാൻഡർ ബഹോടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഡ്രസ്തൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ ചെയ്തപ്പോൾ അവിടെ 17 യൂറോ വാങ്ങിച്ചു. മാക്സിമം മിക്ക സിറ്റിയിലും 17 യൂറോ വരെ വാങ്ങാനേ ചാൻസസ് ഉള്ളൂ. ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി എനിക്ക് ഒരു ഡോക്യുമെൻറ്റും ഇവരെ ചോദിച്ചില്ലായിരുന്നു. പക്ഷേ യൂഷ്വലി ഞാൻ നെറ്റിൽ തപ്പിയപ്പോൾ കണ്ടത് നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് വേണം, അതുപോലെ തന്നെ 3 മാസത്തെ സാലറി സ്ലിപ്പ് വേണം. നമ്മൾ ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ ആർബൈറ്റ് ഗേബർ അല്ലെങ്കിൽ എംപ്ലോയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേപ്പറും വേണം. പിന്നെ എടുക്കാനുള്ള പൈസയും വേണം, വേറൊന്നും വേണ്ട. ഇതിൻ്റെ ടൈം പീരീഡ്, ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ മാസങ്ങളോളം വെയിറ്റ് ചെയ്യണമെന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് സിറ്റിയാണ്. എനിക്ക് പേഴ്സണലി ആയത് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വെറും 10 days ആണ്. സൂസാറ്റ് ബ്ലാറ്റ്സ് അഥവാ നമ്മുടെ ഒരു പച്ച പേപ്പർ ഉണ്ടല്ലോ, ഫിക്ഷൻ പേഷ്യനു, അത് മാറ്റി പ്രിൻറ്റ് ചെയ്ത് കിട്ടിയത് അന്ന് ആ ദിവസം തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് പുതിയത് നമ്മുടെ കയ്യിൽ കിട്ടിയായിരുന്നു. PR ഉള്ളവർക്കും ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിൽക്കുന്നവർക്കും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല, വേണ്ട. ബിക്കോസ് അവരുടെ കയ്യിലിരിക്കുന്ന ഓൾറെഡി ഉള്ള വർക്ക് വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് എപ്പം വേണോ ആർബൈറ്റ് ഗേബറെ സ്വിച്ച് ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് ആണ്. സോ അതുകൊണ്ട് അവരിത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വിസ ആർക്കൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PR കിട്ടാൻ 5 കൊല്ലം വരെ വെയിറ്റ് ചെയ്യേണ്ട കാറ്റഗറീസ് ഉണ്ട്. അവർക്കിത് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. ഞാനൊരു 4 വർഷം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ PR കിട്ടി വരുമ്പോൾ ഒരു 5 വർഷം നമുക്ക് എടുക്കാം. സോ എനിക്ക് ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ജോബ് ഓഫർ വന്നാൽ, കുറച്ചുകൂടെ സാലറി ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഔസ്ലാൻഡർ ബഹോടെ നിന്ന് പേപ്പർ വരാനും കാര്യങ്ങൾക്കും വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാനൊരു മിനി ജോബ് ചെയ്യണമെങ്കിൽ പോലും ഔസ്ലാൻഡർ ബഹോടെ എന്നുള്ള പേപ്പർ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. സോ ഈ ഒരു വിസയിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ജോബ് മാറാനായിട്ട് സാധിക്കും. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പോൾ B1 കിട്ടാത്തവർ അല്ലെങ്കിൽ ലേബനൻ ഡോയ്ച്ച്ലാൻഡ് കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ ഒരു ആർബൈറ്റ് ഗേബറിൻ്റെ അണ്ടറിൽ തന്നെ കുറച്ചും കൂടെ സ്റ്റക്കായി നിന്നു പോകും. നമ്മൾ ഈ ഒരു വിസയിലോട്ട് മാറുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് ജോബ് മാറാൻ പറ്റും. ഇപ്പം മാസ്റ്റർ സ്റ്റുഡൻസ് ആണെങ്കിൽ യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന 21 മാസം കഴിയുമ്പോൾ B1 ലേബനൻ ഡോയ്ച്ച്ലാൻഡും ഉണ്ടെങ്കിൽ നമുക്ക് PR കിട്ടും. ഇപ്പം B1-ഓ ഇതോ ലേബനൻ ഡോയ്ച്ച്ലാൻഡോ ഇല്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു വിസയിലോട്ട് മാറുവാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കൊല്ലം മിനിമം 2 കൊല്ലമെങ്കിലും ഏതെങ്കിലും ഒരു ആർബൈറ്റ് ഗേബർ അഥവാ എംപ്ലോയർ അണ്ടറിൽ വർക്ക് ചെയ്ത് എല്ലാ ഇൻഷുറൻസും അടച്ചൊരു വ്യക്തി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ക്രൈറ്റീരിയാസ്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഏത് സിറ്റിയിലാണോ താമസിക്കുന്നത് ആ സിറ്റിക്ക് ആസ്പദമായ ഔസ്ലാൻഡർ ബഹോഡയ്ക്ക് ഇമെയിൽ അയച്ചാൽ മാത്രം മതി.
ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ നൂറംബർഗിൽ മൈ നൂറംബർഗ് എന്ന് പറഞ്ഞ ഒരു വെബ് പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ അൺരജിസ്റ്റർഡ് വിസ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വെബ്സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷനാണ് അൺരജിസ്റ്റർഡ് വിസ എന്നുള്ളത്. ആ ഓപ്ഷനിൽ കയറി നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇന്ന കണക്ക് വിസ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് ആ ആപ്ലിക്കേഷൻ വഴി അയച്ചു കഴിഞ്ഞാൽ, ആ ആപ്ലിക്കേഷൻ വഴി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടും. അന്ന് തന്നെ പോയി നമുക്ക് വിസ കളക്ട് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചുസ്.